ഒരു വേദനയാൽ തകർന്നിരിക്കുന്ന, ഒരു നൊന്തിരിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ ഈ കുത്തി കുത്തി നോവിക്കണത് ഈ മനുഷ്യൻ്റെ നല്ല പ്രവണതയല്ല. പറഞ്ഞു വരുന്നത് കരൂർ നടന്ന ഈ ദുരന്തത്തിന് ശേഷം വിജയ് എന്ന നടനെക്കുറിച്ച് എന്തുമാത്രം അധിക്ഷേപങ്ങളാണ് ഈ പടച്ചുവിടുന്നത്. അയാളെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക, ഈ ചെരുപ്പാലടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടേ. ഒരു കാര്യം ഓർക്കേണ്ടത് അയാളുടെ ഒരു പീക്ക് ലെവലിലുള്ള ഒരു കരിയറും ഫെയിമും പണവും എല്ലാം കളഞ്ഞിട്ട് നല്ലൊരു എണ്ണത്തോടു കൂടി ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു 10,000 പേര് വരേണ്ട സ്ഥലത്ത് ഒരു 20,000, ഒരു 30,000, ഒരു 50,000 പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ് ഉള്ളത്. ഇത്രയും ഒരു കൂട്ടം കൂടുന്ന സ്ഥലത്ത്, ഇങ്ങനെ ഒരു പ്രശസ്തനായ നടൻ വരുന്ന സ്ഥലത്ത് അധികം ആൾക്കാർ കൂടണമെന്ന് നമ്മളല്ലേ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കുട്ടികളും സ്ത്രീകളും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ പോവാതിരിക്കണതാണ് അതിൻ്റെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും സ്ത്രീകളും കുട്ടികളാണ്. ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഈ മാസം വരെയുള്ള ഇന്ത്യയിലെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് എത്രയോ ആൾക്കാരാണ് മരിച്ചു പോയിരിക്കുന്നത്. ഈ ആൾക്കാർ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യ ബോംബാണ്. ഏത് സമയം അതിൻ്റെ ഉള്ളിൽ പെട്ടുക പോയി കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ഇതുപോലൊരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിൽ നഷ്ടം നമുക്കാണ്, നമ്മുടെ കുടുംബത്തിനാണ്, നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് ഇല്ലാതെ. താങ്ക് യു.